ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പീരുമേട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല ഈസ്റ്റർ രാത്രിയിൽ കിടന്നുറങ്ങിയത് ലേബർ ഓഫീസിന് മുൻപിൽ. തോട്ടം തൊഴിലാളി ലയങ്ങളുടെ ദുരവസ്ഥ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാക്കുക എന്നതാണ് ലക്ഷ്യം. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. പീരുമേട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഈസ്റ്റർ രാത്രിയിൽ കിടന്നുറങ്ങിയത് ലേബർ ഓഫീസിന് മുൻപിൽ. തോട്ടം തൊഴിലാളികളെ ലയങ്ങളുടെ ദുരിതാവസ്ഥ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാക്കുക എന്നതാണ് ലക്ഷ്യം. ഈ പീരുമേട്ടിലെ തോട്ടം മേഖലയിലെ ലയങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ ജീവിത സാഹചര്യം ഒരുപാട് മോശമാണെന്ന് പലവട്ടം BJPയുടെ ആൾക്കാർ അവിടെ പോവുകയും അവിടെ നിന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് പോയി ഇത് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലതവണ പുറത്തുവിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ നാളിതുവരെയായിട്ട് അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം 100, 150, 200 വർഷം പഴക്കമുള്ള ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുകയില്ല. കന്നുകാലി കൂട്ടിൽ പോലും അതിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. മൃഗങ്ങളെ കിട്ടുന്ന കന്നുകാലി കൂട്ടിന് പോലും അതിൽ കൂടുതൽ ഈ ലയങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഉള്ള സാഹചര്യമാണ് ഉള്ളത്. അവിടെ മക്കളും കൊച്ചുമക്കളും മാതാപിതാക്കളും മുത്തച്ഛനും മുത്തച്ഛിയൊക്കെ ആയിട്ട് കൂട്ടുകുടുംബവുമായിട്ട് താമസിക്കുന്ന ലയങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 അടിയോളം സ്ക്വയർ ഫീറ്റുള്ള 100, 150, 200 വർഷം പഴക്കമുള്ള ലയങ്ങളിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത തരത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞുള്ള ലയങ്ങളുടെ അവസ്ഥയാണ്. കാറ്റ് വന്നാൽ മേൽക്കൂര പറത്തിക്കൊണ്ട് പോകും. മഴ വന്നാൽ തുള്ളി വെള്ളം വീടിന് പുറത്ത് പോവുകയില്ല. ആ മഴക്കാലത്ത് ആൾക്കാർ പ്ലാസ്റ്റിക് പടുത വീടിനുള്ളിൽ വലിച്ചു കെട്ടി അത് അങ്ങനെ ഇരുന്നുറങ്ങി നേരം വെളുപ്പിക്കുന്നൊരു സാഹചര്യമാണ് പീരുമേട്ടിലെ പല ലയങ്ങളിലും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് അഡ്രസ്സ് ചെയ്താൽ പബ്ലിക് ശ്രദ്ധിക്കും, അതുപോലെ തന്നെ മറ്റുള്ള ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ സമയം ഇതിനുവേണ്ടി ഇങ്ങനെ ഒരു ഇവിടെ ഈ ലേബർ ഓഫീസിന് മുമ്പിൽ ഉറങ്ങാമെന്നുള്ളൊരു തീരുമാനമെടുത്തത്. കാരണം ഇവിടെ കഴിഞ്ഞ 53 വർഷമായിട്ട് ഇടുക്കി ജില്ല രൂപീകരിച്ചിട്ട് 53 വർഷം പിന്നിടുകയാണ്. ഈ 53 വർഷത്തിനുള്ളിൽ നിരവധിയായിട്ടുള്ള LDFൻ്റെ UDFൻ്റെ MLAമാർ ഇവിടുന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഈ ലയങ്ങളിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ വോട്ട് ചോദിക്കുന്ന സമയങ്ങളിലെല്ലാം ആൾക്കാരെ പറഞ്ഞ് പല പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് പല തട്ടിപ്പ് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ വോട്ട് തട്ടിപ്പോയതല്ലാതെ ഈ ലയങ്ങളിലെ സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ബഡ്ജറ്റിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓരോ ബഡ്ജറ്റിലും 10 കോടി രൂപ 20 കോടി രൂപ ലയങ്ങളുടെ നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണ് ഇത്രയും പഴക്കമുള്ള ലയങ്ങൾക്ക് എന്ത് നവീകരണം ചെയ്യാൻ പറ്റും? അവിടെ പുതിയ പാർപ്പിട സമുച്ചയങ്ങൾ ഉണ്ടാക്കി അവരെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നാളിതുവരെയായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് ഇതുവരെ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉദിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതിൻ്റെയും വലതിൻ്റെയും ഈ തട്ടിപ്പ് നയം തോട്ടം മേഖലയോട് കാണിക്കുന്ന അവഗണന തുറന്നു കാട്ടാനാണ് ഇത്തരത്തിലുള്ള സമര പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള ലയങ്ങളിൽ ദുരിത ജീവിതമാണ് തൊഴിലാളികൾക്ക്. പല ലയങ്ങളും വാസയോഗ്യമല്ല. ലയങ്ങൾ പുതുക്കി പണിയാനോ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാനോ കമ്പനികൾ തയ്യാറാകുന്നുമില്ല. സർക്കാരും ജനപ്രതിനിധികളും കമ്പനികളുടെ താൽപര്യമനുസരിച്ചാണ് പെരുമാറുന്നത്. നരകതുല്യമായ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പക്ഷെ പുറത്തു പറയാൻ പല തൊഴിലാളികൾക്കും മടിയാണ്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ഭയന്നാണ് പല തൊഴിലാളികളും ജീവിക്കുന്നത്. ഉള്ള ജോലി കൂടി നഷ്ടപ്പെടുമോ എന്ന ഭീതി അവർക്കുണ്ട്. തൊഴിലാളികളുടെ നീതിക്കായുള്ള പ്രതിഷേധ ഉറക്കം തൊഴിലാളികളുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG, UKG, പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.